ഹലോ ഫ്രണ്ട്സ്, നല്ല രുചിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി പുളിങ്കറിയാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. ആദ്യമായിട്ട് നമ്മളെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ അതിനായിട്ടൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനായിട്ട് ഞാൻ കുറച്ച് മത്തങ്ങയും കുറച്ച് വെള്ളരിക്കയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഈ രീതിയിലാണ് നമ്മൾ അരിഞ്ഞെടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഇത് വേവിക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 കറിവേപ്പില, 2 പച്ചമുളകും കൂടെ നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി, ഇതിലേക്ക് വേവാൻ കുറച്ച് വെള്ളം കൂടെ വേണം. നന്നായിട്ട് ഇതൊന്ന് എല്ലാം ഇളക്കി ഒന്ന് അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം. വെള്ളരിക്കയും ഈ മത്തങ്ങയും നന്നായിട്ട് വേവണം, കഷ്ണം ഉടയാനും പാടില്ല. അപ്പോൾ നമുക്ക് പുളിങ്കറിക്ക് ആവശ്യത്തിന് ഉള്ള അരപ്പ് റെഡിയാക്കണം. അത് നമുക്ക് കുറച്ച് തേങ്ങ ഒന്ന് അരച്ചെടുക്കാം. പിന്നെ ഞാൻ ഇവിടെ 1 മുറി തേങ്ങയാണ് ഇവിടെ എടുത്തേക്കുന്നത്. നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നമുക്കതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമുക്ക് പുളിങ്കറിക്ക് ആവശ്യത്തിന് ഇതൊന്ന് വറുത്തെടുക്കണം. ഒരു 6-7 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, 1 സ്പൂൺ മല്ലി എടുത്തിട്ടുണ്ട്, മുഴുവൻ മല്ലിയാണ് നമ്മൾ എടുത്തേക്കുന്നത്. 1/4 ടീസ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട്, അതേപോലെ 1/4 ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് അനത്തി പൊടിച്ചെടുക്കാം. അന്നേരം നമ്മൾ മല്ലിയും മുളകും എല്ലാം നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മളത് മത്തങ്ങയും വെള്ളരിയും പാകത്തിന് വെന്തിട്ടുണ്ട്, ഉടഞ്ഞൊന്നും പോയിട്ടില്ല. നമുക്കിതിലേക്ക് ഇനി നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന മുളകും മല്ലിയും ആ പൊടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് ഇളക്കാം. മല്ലിയും ഉലുവയൊക്കെ നമ്മളിതിൽ കുറച്ചേ എടുത്തിട്ടുള്ളൂ. 1 സ്പൂൺ മല്ലിയേ എടുത്തിട്ടുള്ളൂ. തോനെ ആയി പോകരുത്. തോനെ ആയാലും നമുക്കൊരു സാമ്പാറിനൊക്കെ ഇടുന്നതിൻ്റെ ഒരു ടേസ്റ്റായിരിക്കും. നമുക്കിതിലേക്ക് പിഴിപുളി ഞാൻ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമ്മൾ സാമ്പാറിനൊക്കെ ഒഴിക്കുന്നതിനകത്തെ പുളിയാണ് ഞാൻ ഒരു നാരങ്ങ വലുപ്പത്തിലാണ് എടുത്തേക്കുന്നത്. അത് ഞാൻ പിഴിഞ്ഞ് അരിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കൊരു 2 മിനിറ്റും കൂടെ ഒന്ന് അടച്ച് വെക്കാം. ഈ പുളിയൊക്കെ ഈ മത്തങ്ങയിലും വെള്ളരിയിലും ഒന്ന് പിടിക്കാൻ വേണ്ടി. അപ്പോൾ നമ്മൾ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ചേക്കുന്ന തേങ്ങ നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. തീ കുറച്ച് വെച്ച് നമുക്കിതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് കലക്കി ഒഴിക്കാം. വെള്ളമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ചേർക്കാം കേട്ടോ. ഒരുപാട് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ശകലോടൊക്കെ നീട്ടി ചേർക്കാം. ഇച്ചിരി പറ്റ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇതിന് പാകത്തിന് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഡിഷാണ്. മീനൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഈ കൂട്ടാനുണ്ടെങ്കിൽ ചോറിനാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ആദ്യമായിട്ട് ആരെങ്കിലും നമ്മളെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവരും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണേ. ഇതിൽ മെയിൻ മുന്നിട്ട് നിൽക്കേണ്ടത് പുളിയാണ്. ശകലം പുളി കൂടുതലായിട്ട് വയ്ക്കുന്നൊരു കറിയാണിത്. നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൊണ്ടിട്ട് കൊടുക്കാം. നമുക്കിത് ചൂടായി വരുമ്പോഴത്തേക്ക് ഇഞ്ചിനടുത്ത് താളിപ്പും കൂടെ ഒഴിക്കാറുണ്ട്. അപ്പോൾ ഇതിന് പാകത്തിന് എരിവൊക്കെ ഉണ്ട്. കാര്യം മുളക് പൊടിയും നമ്മൾ ചേർത്തിട്ടുണ്ട്, പച്ചമുളകും നമ്മൾ പൊടിച്ച് ചേർത്തിട്ടുണ്ട്, 2-3 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഇതിനകത്തേക്ക് പാകത്തിനുള്ള എരിവ് ഇതിനകത്തൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഒരു താളിപ്പ് കൊടുക്കാം. അതിനകത്തൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കാം. 1/2 ടീസ്പൂൺ കടുക് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുക് പൊട്ടിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ചുവന്നുള്ളിയും ഇട്ട് കൊടുക്കാം.
അല്ലെങ്കിൽ 2 വറ്റൽമുളക്, ഒരു 2 കറിവേപ്പില. അപ്പോൾ നമുക്ക് താളിപ്പം കൂടെ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളെ കറി റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.